തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. വീട്ടമ്മയെ പീഡിപ്പിച്ച ശേഷം കിണറ്റിൽ തള്ളിക്കൊന്ന ചുമട്ടുതൊഴിലാളി പിടിയിൽ. വീട്ടമ്മയെ വാടക വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ച ശേഷം കഴുത്തിൽ കല്ലുകെട്ടി കിണറ്റിൽ തള്ളിക്കൊലപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ. ചേലക്കര വില്ലടം സ്വദേശി 65-കാരിയായ സന്താനവല്ലി ഈ മാസം 9-നാണ് ഗുരുവായൂരിൽ കൊല്ലപ്പെട്ടത്. മറ്റൊരു കേസിൽ പ്രതിയായതോടെ ഇവിടെ ഒഴിവിൽ കഴിയുകയായിരുന്ന പെരുമ്പാവൂർ രായമംഗലം കുറുപ്പമ്പടി വായ്ക്കര ചിറ്റേത്ത് വീട്ടിൽ 55-കാരനായ സുരേഷിനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. 11-ാം തീയതി സുഹൃത്തിനൊപ്പം മദ്യപിക്കുന്നതിനിടെ പ്രതി സംഭവം വെളിപ്പെടുത്തി. സുഹൃത്ത് പോലീസിനെ അറിയിക്കുകയും SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടുകയും ചെയ്തു. മൃതദേഹം അന്നു രാത്രി തന്നെ പുറത്തെടുക്കുകയും ചെയ്തു. കൊല്ലത്ത് മകനോടൊപ്പം താമസിച്ചിരുന്ന സന്താനവല്ലി ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്ഥിരമായി തൊഴുന്നതിനായാണ് ഗുരുവായൂരിൽ തങ്ങിയിരുന്നത്. കഴിഞ്ഞ 9-ാം തീയതിയായ വ്യാഴാഴ്ച ഉച്ചയോടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സുരേഷ് കുമാർ ഇവരെ പരിചയപ്പെടുന്നത്. തന്റെ വാടക വീട്ടിൽ താമസിച്ചാൽ ദിവസവും എളുപ്പത്തിൽ ക്ഷേത്രത്തിൽ പോയി തൊഴാമെന്ന് വിശ്വസിപ്പിച്ച് കർണംകോട്ട് ബസാർ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് മദ്യപിച്ചെത്തിയ പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചു. വാക്കേറ്റത്തിനിടെ സുരേഷ് സന്താനവല്ലിയെ കട്ടിലിൽ നിന്ന് തള്ളിയിട്ടു. തറയിൽ തലയിടിച്ച് വീണതോടെ ബോധം നഷ്ടപ്പെട്ടു. മരിച്ചെന്ന് കരുതി ഉച്ചയ്ക്ക് 3 മണിയോടെ കഴുത്തിൽ തുണി കൊണ്ട് കല്ലുകെട്ടി സമീപത്തെ കിണറ്റിൽ താഴ്ത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. നാട്ടിൽ ചുമട്ടുതൊഴിലാളിയായ സുരേഷ് അവിടെയുണ്ടായ കേസിൽ ഉൾപ്പെട്ടതോടെ ഗുരുവായൂരിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ശനിയാഴ്ച രാത്രിയാണ് സുഹൃത്തിനോട് വെളിപ്പെടുത്തിയത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി അന്നു രാത്രി തന്നെ മൃതദേഹം പുറത്തെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെന്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.